നമ്മുടെ നിവിൻ പോളിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ള നമ്മുടെ കഞ്ചാവ് ചേച്ചി പെട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. അതായത് നിവിൻ പോളി അവരെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു, മർദ്ദിച്ചു എന്നൊക്കെയാണ് അവർ പറയുന്നതെന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി സംവിധാനം ചെയ്ത് കൊണ്ടുവന്ന് അവതരിപ്പിച്ചതുപോലെയാണ് ഇവരുടെ ഡയലോഗും ബാക്കി പ്രസൻറ്റേഷനും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഇതിനകത്ത് അവർ പറയുന്നത് നവംബർ ഡിസംബർ ആ ഒരു സമയത്താണ് പീഡിപ്പിച്ചതെന്നാണ് പറയുന്നത്. ആദ്യം സുനിൽ പീഡിപ്പിച്ചു, പിന്നീട് നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന്. അപ്പം നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് 2023 ഡിസംബർ 14 പറയുന്നതെന്ന് പറയുന്നത്. അപ്പം ആ ഡേറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഡിസംബർ ആ ടൈമിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. അപ്പം അതുമായിട്ട് നമുക്കറിയാം അതിനകത്ത് നിവിൻ പോളി ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ്, ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നോടാൻ പറഞ്ഞിട്ടുള്ള നിവിൻ പോളിയുടെ ഡയലോഗൊക്കെ ഭയങ്കര ആ സമയത്ത് ഭയങ്കര എല്ലാവർക്കും ഇടയിൽ ഒരു ഹരമായിരുന്നൊരു സംഭവമാണ്. നമുക്കറിയാവുന്ന ആ സിനിമ കണ്ടവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അപ്പം ആ ടൈമിലാണ് ഇവർ പീഡിപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സംവിധായകനായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ തന്നെ മുന്നോട്ട് വന്ന് പറയുകയാണ് ആ ടൈമിൽ വിനീത് ശ്രീനിവാസൻ്റെ കൂടെയായിരുന്നു നിവിൻ പോളി. അതിനുള്ള എല്ലാ തെളിവുകളും വിനീത് ശ്രീനിവാസൻ്റെ കയ്യിലുണ്ട്. അതായത് എറണാകുളത്തായിരുന്നു ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. ഡിസംബർ 14 മുതൽ 15 വെളുപ്പിന് വരെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം എറണാകുളത്തെ ന്യൂക്ലിയസ് മാളിലും പിന്നെ ഈ പറയുന്ന ക്രൗൺ പ്ലാസയിലും അവിടെയുമായിരുന്നു ഷൂട്ടിംഗ് നടന്നിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഫോട്ടോസും ബാക്കി കാര്യങ്ങളും എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് തന്നെയാണ് വിനീത് ശ്രീനിവാസനും വന്ന് പറയുന്നതെന്ന് പറയുന്നത്. വേറെ ആരും വന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു വിശ്വാസത്തിൽ എടുക്കാനായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിനയം അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ശ്രീനിവാസനെ നമുക്കറിയാവുന്ന കാര്യമല്ലോ, നല്ലൊരു മനുഷ്യനാണ്, എന്തുണ്ടെങ്കിലും വെട്ടിത്തറന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനിൽ ധ്യാൻ ശ്രീനിവാസനാണെങ്കിൽ തഗ്ഗിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം പല സിനിമകളും അദ്ദേഹത്തിൻ്റെ സിനിമകൾ അത് എല്ലാ ഫീൽഡിലും ഈ പറയുന്ന ഗായകനാണ്. പിന്നെ ഈ പറയുന്ന നമുക്കറിയാവുന്ന കാര്യമാണ് മ്യൂസിക് ഡയറക്ഷൻ അങ്ങനത്തുള്ള കാര്യങ്ങൾ കയ്യിലിരിപ്പുണ്ട്, കമ്പോസറാണ്, അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ സിനിമയുടെ തിരക്കഥ എഴുതുക അല്ലെങ്കിൽ അത് സംവിധാനം ചെയ്യുക, പ്രൊഡ്യൂസർ, ഇങ്ങനെ കുറച്ച് എല്ലാ മേഖലകളിലും കൈവച്ചൊരു വ്യക്തിയാണ്. സകലകലാ വല്ലഭൻ എന്നുള്ള പേരെടുത്തൊരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ അത്രയും റെക്കോർഡിൽ പോയിട്ടുള്ള സിനിമകളും ഉണ്ട്. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് വന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് നമുക്ക് ഇതിനകത്ത് സത്യസന്ധത അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിനുള്ള തെളിവുകൾ നമുക്കറിയാവുന്നവരാണ്. ഞാൻ പേഴ്സണലി കണ്ടൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ. അതിന് നിവിൻ പോളി ഉള്ളതെന്നുള്ള കാര്യം എല്ലാ കാര്യങ്ങളും നമുക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമുക്ക് ഈ പറയുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കാര്യമാണ്. അതിൻ്റെ ഈ പറയുന്ന ചിത്രീകരണം ബാക്കി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ പറയുന്ന തെളിവടക്കം അവരുടെ കയ്യിലുള്ള സമയത്ത് നമ്മൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം പരാതിക്കാർ തന്നെ പറയുന്നു എൻ്റെ കയ്യിൽ ഒരു രേഖയും ഇല്ല. കാരണം എല്ലാ രേഖകളും ഫോണിലായിരുന്നു. ഫോൺ എവിടെ? ഫോൺ ഇപ്പം നിവിൻ പോളിയുടെ കയ്യിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുവാണ്, നിവിൻ പോളി ഈ പറയുന്ന വാട്സപ്പ് ചാറ്റ് നടത്തിയെന്ന് പറയുന്ന ഫോൺ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എങ്ങനെയാണ് നിവിൻ പോളിയുടെ കയ്യിലിരിക്കുന്നത്? അപ്പം അവരുടെ മറുപടി എന്ന് പറയുന്നത് നിവിൻ പോളി ഒരാളെ പറഞ്ഞു വിട്ടിട്ട് എൻ്റെ ഫോൺ അടിച്ചുകൊണ്ട് പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു തരത്തിലും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്, വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നതെന്ന് പറയുന്നത്. സത്യത്തിൽ കഞ്ചാവ് അടിച്ച് കിറങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി കഥ പറയുന്നത് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്തതെന്ന് പറയുന്നത്. കാരണം അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനും എൻ്റെ ഭർത്താവും കൂടിയുള്ള ബെഡ്റൂം സീൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നിവിൻ പോളി ഗുണ്ടകളെ പറഞ്ഞുവിട്ട് എൻ്റെ വീട്ടിൽ ഈ പറയുന്ന ക്യാമറ CCTV ക്യാമറ വെച്ചു. പിന്നെ ചോദിക്കാൻ പറയാണ് ഞാനിവിടെ ദുബായിലായിരുന്നു, എൻ്റെ ഭർത്താവ് നാട്ടിലുമായിരുന്നു. ഈ രണ്ടിടത്തായിട്ട് കിടക്കുന്നവരുടെ ബെഡ്റൂം സീൻസ് നിവിൻ പോളിക്ക് എവിടെ നിന്ന് കിട്ടുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ചേച്ചിക്ക് ഈ പറയുന്ന അമാനുഷിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടായിരിക്കും പറന്ന് പോകാൻ വേണ്ടി രാത്രിയിൽ. അപ്പോൾ അത് മനസ്സിലാവുന്നില്ല. പിന്നീട് മാറ്റി പറയുകയാണ് അത് ഞാൻ ചെന്നതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നു അവിടെ ക്യാമറ, അപ്പം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നെന്ന്. പിന്നെ പറയുകയാണ് ഈ പറയുന്ന ക്യാമറ വെച്ചത് എങ്ങനെ, നിങ്ങളുടെ വീടൊക്കെ കുത്തി തുറന്നായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ചേച്ചി പറയുകയാണ് ഇല്ല എൻ്റെ വീട്ടിൻ്റെ താക്കോൽ വെച്ചിരിക്കുന്നത് എവിടെയാണെന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരുടെ അമ്മായിയുടെ കുഞ്ഞമ്മയുടെ മോളും മക്കളും ഒക്കെ അല്ലേ അല്ലെങ്കിൽ മോനും ഒക്കെ അല്ലേ ഈ പറയുന്ന ഗുണ്ടാ സെറ്റുകളെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ ചേച്ചിയായിട്ട് ഇടപാടുകൾ ഉണ്ടായതുകൊണ്ട് അവർക്ക് അറിയാമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർ ഈ പറഞ്ഞ താക്കോൽ വയ്ക്കുന്ന സ്ഥലമൊക്കെ ആ ഗുണ്ടകൾക്ക് അറിയാമെന്നൊക്കെ പറയുന്നത്. അല്ല അപ്പുറത്തേക്ക് അവർ അകത്തേക്ക് കയറിയിട്ടില്ലെന്ന് ഇവർ തന്നെ സമ്മതിക്കുകയാണ്. വെളിയിലാണ് CCTV ക്യാമറ ഫിറ്റ് ചെയ്തത്, പക്ഷേ ബെഡ്റൂം സീൻസ് അതിനകത്ത് കിട്ടുമെന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് അതിൻ്റെ പവർ സപ്ലൈ ഒക്കെ CCTV ക്യാമറ വെക്കുന്ന സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പവർ ഹോളിൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അത് അകത്തായിരിക്കും ഉള്ളതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെളിയിലുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ സെർവർ കണക്ട് ചെയ്യുക, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഏതൊരു ലോജിക്കുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ അവരുടെ വാട്സപ്പ് ഹാക്ക് ചെയ്തു, അതിനകത്ത് അവർക്ക് സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നിവിൻ പോളിക്ക് കിട്ടുമായിരുന്നു. പിന്നെ എൻ്റെ കുഞ്ഞും ഭർത്താവും കൂടെ കിടക്കുന്ന വീഡിയോ കോള് സംഭവം എടുത്തിട്ട് നിവിൻ പോളി എനിക്ക് കാണിച്ചു ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി ഇവർ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ശരിക്കും ഇത് എനിക്ക് കണ്ടപ്പം വേറെ കുറേ ആൾക്കാരും പറഞ്ഞു നമ്മൾ ഏതെങ്കിലുമൊക്കെ ഈ ഹൊറർ സിനിമയെന്നൊന്നുമല്ല പറയാനുള്ളത്, നമ്മളെ ഭയങ്കരമായിട്ട് സസ്പെൻസിൽ നിർത്തുന്ന സിനിമകളുണ്ടല്ലോ, നമ്മുടെ ദൃശ്യമൊക്കെ എടുത്ത് പറയാൻ പറ്റും. അങ്ങനത്തുള്ളൊരു ഫീലാണ്. എന്തൊക്കെയോ എവിടെയൊക്കെയോ കൂട്ടിച്ചേർത്തിങ്ങനെ. പക്ഷേ ദൃശ്യം സിനിമ എന്ന് പറയുന്നത് അതിലൊരു ലോജിക്ക് ഉണ്ടെന്നെങ്കിലും പറയാം. ഇതിൽ ഒരു ലോജിക്കും ഇല്ലാത്ത രീതിക്കാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ
തിലക്കം സിനിമയിൽ മറ്റേ അടിച്ചു വിട്ടിട്ട് നമ്മുടെ സലീകുമാറും ദിലീപും കൂടെ തമ്മിൽ നടക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ലിറ്റിൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സംഭവം. ആ സീനാണ് സത്യത്തിൽ ഇതിന് ഏറ്റവും ഉചിതമായിട്ടുള്ളതെന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കി, പറയുന്ന കാര്യങ്ങളെല്ലാം വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഫോൺ അടിച്ചുകൊണ്ട് പോയി, രണ്ടുപേരുടെ ഫോൺ അടിച്ചുകൊണ്ട്, എന്നിട്ട് എങ്ങനെ ഈ പറയുന്ന കണക്ക് ടിക്കറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് ഫോൺ വഴി ചെയ്തു, ടിക്കറ്റ് ഫോൺ വഴി കിട്ടി. അപ്പം വീണ്ടും വീണ്ടും ഡൗട്ട് വന്ന് ചോദിക്കുമ്പോൾ പറയാം അത് 2 ഫോൺ ഉണ്ടായിരുന്നു, എനിക്ക് നാട്ടിലെ സിം ഇട്ട് വേറൊരെണ്ണോ. എനിക്കറിയത്തില്ല ഈ നാട്ടിലെ സിമ്മിയും മറ്റേ അവിടെ ദുബായിലൊക്കെ പോകുമ്പോഴത്തേക്ക് വർക്ക് ചെയ്യുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ കാരണം ദുബായിലൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല, അതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് അറിയത്തില്ല. നമ്മൾ സാധാരണഗതിയിൽ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അവിടെ ചെല്ലുമ്പോൾ വേറൊരു സിം, അവിടുത്തെ സിം എടുക്കണം, അതുവഴിയേ വിളിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ പോയിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പം ചേച്ചിയുടെ എങ്ങനെ കണക്ട് ആയെന്നോ അതെങ്ങനെ ഓണായോ എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല. ചേച്ചി ഭയങ്കര കഥകളാണ് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചേച്ചിയുടെ പേരിൽ വന്നിട്ടുള്ള കേസുകൾ ഇപ്പോൾ നല്ല രീതിക്ക് പൊങ്ങി വരുന്നുണ്ട്. ആ കേസുകളെ കുറിച്ച് ഈ പറയുന്ന സ്വന്തം അമ്മേനെ കുറിച്ച് തന്നെ വൃത്തിയോട് വിളിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് നല്ല വാചകമാണ് സ്വന്തം അമ്മയെ പറ്റി പറയുന്നത്. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് രണ്ടുപേരും ചേർന്നിട്ട്. പിന്നെ ഈ പറയുന്ന മരത്തിൽ കയറുന്നതായാലും വെള്ളത്തിൽ ചാടുന്നതായാലും അങ്ങനെ കുറേയധികം വീഡിയോസ് ഇപ്പോൾ എന്തായാലും പരക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലപ്പുറത്തേക്ക് അവരുടെ പേര് വരുന്നുണ്ട്. പക്ഷെ പേര് പറഞ്ഞ് നമ്മൾ എന്തിനാണ് പണി മേടിക്കുന്നതെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവർ ഈ പറഞ്ഞ ഇത്രയും വൃത്തിയേട് അല്ലെങ്കിൽ ഇത്രയും തൻ്റെയുള്ളൊരു സ്ത്രീ, അതായത് സിനിമാ ഫീൽഡിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അത്ര സിനിമകളില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം അവിടെ ഒരു പേരുണ്ടാക്കിയെടുത്ത വ്യക്തി തന്നെയാണ് നിവിൻ പോളി എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയെ കൂടി ഒന്നും അറിയാത്ത ഒരു മനുഷ്യനെ കൂടി ഇതിലേക്ക് പിടിച്ചെടുക്കുന്ന സമയത്തൊന്ന് ആലോചിക്കുക. അത്രയും തൻ്റെ ഇടം കാണിക്കണമെങ്കിൽ നിവിൻ പോളിക്കൊക്കെ അത്യാവശ്യം പിടിപാടും ഈ പറയുന്ന പൈസയൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. ആ മനുഷ്യനെ പോലും വെറുതെ വിടാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി മാനനഷ്ടത്തിന് അവിടെ കിട്ടിയ പണി നമുക്ക് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ പണിയാവത്തില്ല. അതുകൊണ്ട് പേര് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം നമുക്ക് അമ്മയാണെങ്കിൽ അവർ പറഞ്ഞതുപോലെ ഒരു കഥയാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ. അപ്പം അതുകൊണ്ട് മാത്രം പേര് പറയുന്നില്ല. പക്ഷേ സൈറ്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ പേരുള്ള കേസുകൾ കാണാൻ പറ്റും. അതിലപ്പുറത്തേക്ക് നിവിൻ പോളിക്കെതിരെ അവർ കൊടുത്ത കേസുകളെ കുറിച്ച് അറിയാൻ പറ്റും. അതിനകത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്, അവർ ആദ്യം കൊടുത്ത കേസ് പോലീസ് തള്ളിയതാണ്. കാരണം അവർ കൊടുത്ത കേസ് എന്ന് പറയുന്നത് മർദ്ദിച്ചു എന്നുള്ള കാര്യമാണ്. എന്നിട്ട് അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ അവരത് ഹാജരാക്കില്ല. എന്നാലല്ലേ തെളിവല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്. ഇത്രയും പേര് ചേർന്ന് സുനിൽ, ഈ പറയുന്ന നിവിൻ പോളി, പിന്നെ ഗുണ്ടകളുണ്ടായിരുന്നു, അവരെല്ലാം മർദ്ദിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. കുറേ ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന്. അപ്പോൾ ശരീരത്തൊക്കെ പാടുകളൊക്കെ വേണ്ടുള്ളതല്ലേ. അപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സ്വാഭാവികമായിട്ടും കിട്ടും. അതൊന്നും ഹാജരാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തള്ളിപ്പോയെന്നാണ് പറയുന്നത്. പിന്നീട് വീണ്ടും പറയുകയാണ്, എനിക്ക് ഭീഷണിപ്പെടുത്തി പാമ്പിനെ വിട്ട് കൊല്ലിക്കും പോലും, പാമ്പിനെ വിട്ട് കൊത്തിക്കും. എനിക്ക് തോന്നുന്നു നിവിൻ പോളിക്ക് പണ്ട് കഴിഞ്ഞ ജന്മത്തിൽ വല്ലോ ഈ പാമ്പ് പിടുത്തക്കാരനായിരിക്കും, അല്ലെങ്കിൽ പാമ്പിനെ മറ്റേ ഊത്ത് വായിക്കുന്ന ആളുണ്ടല്ലോ, അത് എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല, അത് വല്ലതും അറിയും. അപ്പം നിവിൻ പോളി ഫ്ലാറ്റിൽ നിന്നിട്ട് ഇത് വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വഴി കൂടെ റോട്ടിൽ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ പാമ്പിറങ്ങി ഇവർ എവിടെ കഴിയുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി കൊത്തുമായിരിക്കും. അതിനുള്ള എന്തോ ഒരു ടെക്നിക്ക് നിവിൻ പോളിയുടെ കയ്യിലുണ്ടായിരിക്കും. പിന്നെ അപ്പുറത്തേക്ക് പറയുന്നത് ഞാൻ കൊല്ലും, ഈ പറയുന്ന നിവിൻ പോളി കൊല്ലും, ഭർത്താവിനെയും കുഞ്ഞിനെയും കൊല്ലും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. പിന്നെ ക്യാമറയുടെ കാര്യം, പിന്നെ അറിഞ്ഞ സമയത്ത് അവർ വന്ന് ഊരിക്കൊണ്ടുപോയി. എപ്പോഴും ഞാൻ വീട്ടിലിരിക്കുന്നില്ലല്ലോ, അപ്പം ഞാൻ വീട്ടിലില്ലാത്ത ഏതോ സമയത്ത് വന്ന് അവർ ഊരിക്കൊണ്ടു പോയതാണ്. ഒന്നിനും ഒരു തെളിവില്ല, എൻ്റെ കയ്യിൽ ഒന്നിനും തെളിവില്ല, പക്ഷേ എന്നെ നിവിൻ പോളി പീഡിപ്പിച്ചു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ സത്യത്തിൽ ഇരയാക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സത്യത്തിൽ വേദനിക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കിയ സ്റ്റാൻഡാണ് എടുക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ തോന്നുന്നില്ല. കാരണം പറയുന്നതിൽ വ്യക്തത വേണ്ടേ. അങ്ങനെ ഒരു സംഭവം നേരിട്ട വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവളുടെ നിലപാടുകൾ ഉറച്ചതായിരിക്കും, അത്രയും ക്ലാരിറ്റിയും വ്യക്തതയും ഉള്ളതായിരിക്കും. ഇതല്ല, ഇത് കോമഡി സീൻസ് പോലെയാണ്. ഇതിനകത്ത് ഓരോ ഡയലോഗും ഒന്നിനും ക്ലാരിറ്റി ഇല്ല, ഒന്നിനും വ്യക്തതയില്ല. ചോദിക്കുന്നതെല്ലാം ബബ്ബ അടിക്കുകയാണ്. എവിടുന്നോ തപ്പിത്തടഞ്ഞ് എന്തൊക്കെയോ പറയാണ്. അതിന് മറുചോദ്യം വരുന്ന സമയത്ത് അത് മാറ്റി പറയുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പിന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് ആയാലും ഇവരെക്കുറിച്ചുള്ള മുന്നറിവുകളായാലും ഇവരുടെ തന്നെ വർത്താനങ്ങൾ നമ്മൾ പല വീഡിയോസിലൂടെ പുറത്തു വരുന്നുണ്ട്. അപ്പം അതിനകത്തുള്ള ഇവരുടെ രീതിയായാലും എന്തുമാത്രം നല്ല രീതിക്ക് കൾച്ചറോടെ സംസാരിക്കുന്ന ആളാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, പ്രവർത്തികളാണെന്നൊക്കെ വെളിയിൽ വരുവാണ്. അപ്പം ഇങ്ങനൊരു സംഭവം വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന കലക്കള്ളത്തിൽ മീൻ പിടിക്കാന്നൊരു സംഭവം ഉണ്ടല്ലോ, അപ്പം ആ ഒരു ഇതിൽ ഇറങ്ങിയതായിരിക്കും. ചിലപ്പം ഇത്രയും വലിയ മാനഹാനിയൊക്കെ ഏർപ്പെടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് ഇവരങ്ങ് അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പൈസ കിട്ടുമല്ലോ. അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ, എല്ലാവർക്കും ഏറ്റവും വലുതെന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണല്ലോ. ആത്മാഭിമാനം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആത്മാഭിമാനം വിറ്റ് ആരെങ്കിലും ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ കുറേ വട്ടം തോറ്റവരാണ്, കുറേ വട്ടം മരിച്ച് ജീവിക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയാണെങ്കിൽ സ്വയം തന്നെ അതിനേക്കാൾ നല്ലത് മരിക്കുന്നത് തന്നെയാണ്. അങ്ങനെ മാനം വിറ്റ് അല്ലെങ്കിൽ അഭിമാനം വിറ്റ് സ്വയം ജീവിക്കുന്നത്
ചത്തതിന് തുല്യമാണ്. ചത്തതിന് ഒക്കുകയോ ജീവിച്ചിരിക്കലോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പം അതുപോലെ തന്നെയാണ്. അപ്പം അതുപോലെ ഇങ്ങനെ വരുന്നവർക്കൊക്കെ എതിരെ തക്കതായിട്ടുള്ള, ഇത് തെളിയാണെന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കേണ്ടതാണ്. കാരണം ഇതിലിനി ചേച്ചിക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ തെളിവൊന്നുമില്ല, ചുമ്മാതെ വാക്ക് തന്നെയാണ് തെളിവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലപ്പുറത്തേക്ക് ഒന്നുമില്ല. ചേച്ചി പറയുന്നതിനൊക്കെ ചേച്ചി അവിടെ ദുബായിൽ കിടന്നു, നിവിൻ പോളി എറണാകുളത്ത് കിടന്നു. ഇതിനിടയിൽ എങ്ങനെയാണ് ഈ പീഡനം നടന്നതെന്ന് മാത്രം ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. എനിക്കറിയത്തില്ല, ഒരു ലോജിക്കും കിട്ടുന്നില്ല. വവ്വാലും മറ്റേ പറന്നു പോകുന്നത് പോലെ രാത്രി നിവിൻ പോളിക്ക് പറന്നു പോകാനുള്ള വല്ല കഴിവ്, പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വയ്യ. അപ്പം എന്തായാലും ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം തുടരെ തുടരെ ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ ഉണ്ടാവുമല്ലോ, നമുക്കറിയാവുന്ന കാര്യമാണ്, വാർത്തകളിലേക്ക് ഒക്കെ അറിയാൻ പറ്റുന്നതാണല്ലോ. അപ്പം ചേച്ചിക്ക് എന്തായാലും നല്ല 8ന്റെ പണി കിട്ടുമെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം മാനനഷ്ട കേസ് കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചിയുടെ വീടും കൂടും വല്ലതും ഉണ്ടോയെന്ന് അറിയത്തില്ല, എല്ലാം വിറ്റ് കുറച്ച് തുലയ്ക്കേണ്ടി വരും ഉറപ്പായിട്ടും. ഇനി അങ്ങോട്ട് സത്യത്തിൽ 2 എണ്ണത്തിനെ പിടിച്ച് ജയിലിടുകയാണ് ചെയ്യാനുള്ളത്, തെളിയുകയാണെന്നുണ്ടെങ്കിൽ. കാരണം ഇങ്ങനെ ഒരു സ്ത്രീയും ഇനി മുന്നോട്ട് വരാൻ പാടില്ല. സ്വന്തം അഭിമാനം പോലും കൊണ്ട് കളഞ്ഞുകൊണ്ട് ഇതുപോലെ ആൾക്കെതിരെ കള്ളപ്രചരണം അല്ലെങ്കിൽ കള്ളത്തരം വാർത്തയായിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാർക്കെതിരെയുള്ള തക്കതായിട്ടുള്ളൊരു നിലപാടായിരിക്കും ഇതിനെതിരെ സ്വീകരിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വിനീത് ശ്രീനിവാസനെ ഞാൻ ഒരിക്കലും അവിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ തെളിവുകളടക്കം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നിവിൻ പോളിക്ക് സപ്പോർട്ട്.